ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിലെ 2020 SSLC എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 centimeters, മാർക്ക് എ പോയിന്റ് P at a distance 6 centimeters from the center of the circle, ഡ്രോ ടാൻജൻസ് ഫ്രം P to the circle. 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരയ്ക്കുക. വൃത്ത കേന്ദ്രത്തിൽ നിന്നും 6 സെന്റിമീറ്റർ അകലെ ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. പിയിൽ നിന്നും വൃത്തത്തിലേക്കുള്ള തൊടുവരകൾ വരയ്ക്കുക. അപ്പോൾ ആദ്യം ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 centimeters. 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കണം. അതിനായി കോമ്പസിൽ 3 സെന്റിമീറ്റർ അളന്നതിന് ശേഷം കോമ്പസ് ഉപയോഗിച്ച് ഒരു സർക്കിൾ അഥവാ ഒരു വൃത്തം വരയ്ക്കാം. ഈ പോയിന്റിനെ നമുക്ക് O എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? മാർക്ക് എ പോയിന്റ് P അറ്റ് എ ഡിസ്റ്റൻസ് 6 centimeters ഫ്രം ദ സെന്റർ ഓഫ് ദ സർക്കിൾ. വൃത്ത കേന്ദ്രത്തിൽ നിന്നും 6 സെന്റിമീറ്റർ അകലെ ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. സ്കെയിൽ ഉപയോഗിച്ച് ഓയിൽ നിന്ന് 6 സെന്റിമീറ്റർ അളന്നതിന് ശേഷം നമുക്ക് ആ പോയിന്റ് മാർക്ക് ചെയ്യാം. അതിനെ P എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഓയിൽ നിന്ന് പിയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഓയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡ്രോ ടാൻജൻസ് ഫ്രം പി ടു ദി സർക്കിൾ. പിയിൽ നിന്നും വൃത്തത്തിലേക്ക് തൊടുവരകൾ വരയ്ക്കുക. ഈ പി എന്ന പോയിന്റിൽ നിന്നും നമ്മുടെ ഈ സർക്കിൾ അഥവാ ഈ വൃത്തത്തിലേക്ക് തൊടുവരകൾ വരയ്ക്കണം. അപ്പോൾ ഈ സർക്കിളിന്റെ ഏത് പോയിന്റിലാണ് പിയിൽ നിന്നുള്ള തൊടുവരകൾ വരിക എന്ന് നമുക്കറിയില്ല. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആദ്യം തന്നെ ഈ വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഔട്ട്സൈഡ് ആയിട്ടുള്ള പോയിന്റ്, അതായത് പിയിലേക്കുള്ള ദൂരം 6 സെന്റിമീറ്റർ ആണ്. അതിന്റെ കറക്റ്റ് പകുതി 6/2 എത്രയാണ്? 3 സെന്റിമീറ്റർ. അതായത് ഈ ഒ പിയുടെ കറക്റ്റ് പകുതി എത്രയാണ് വരുന്നത്? 3 സെന്റിമീറ്റർ. അതായത് ഈ പോയിന്റിലാണ് വരുന്നത്. ഈ പോയിന്റിൽ കോമ്പസ് വെച്ചതിന് ശേഷം ഈ പോയിന്റിൽ നിന്ന് പിയിലേക്കും ഈ പോയിന്റിൽ നിന്ന് ഓയിലേക്കുമുള്ള ദൂരം എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. അപ്പോൾ കോമ്പസിൽ 3 സെന്റിമീറ്റർ അളന്നതിന് ശേഷം ഈ പോയിന്റിൽ വെച്ച് ഓയിലൂടെയും പിയിലൂടെയും പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ അഥവാ ഒരു വൃത്തം വരയ്ക്കാം. ഇനി ഈ രണ്ട് സർക്കിൾസും അഥവാ വൃത്തങ്ങളും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ്സിലേക്കാണ് തൊടുവരകൾ അഥവാ ടാൻജൻസ് വരയ്ക്കുന്നത്. അപ്പോൾ പിയിൽ നിന്നും ഈ രണ്ട് പോയിന്റുകളിലേക്കും നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാം. സർക്കിൾസ് ടച്ച് ചെയ്യുന്ന ഈ പോയിന്റ്സിനെ QR എന്നിടുകയാണെങ്കിൽ PQ PR എന്നിവയാണ് ഈ വൃത്തത്തിലേക്ക് വരുന്ന രണ്ട് ടാൻജൻസ്. രണ്ടാമത്തെ ചോദ്യം, in the figure O is the center of both the circles. AB and AC touch the small circle at P and Q. A, B, C are points on the large circle. If AB equal to 5 centimeters, then what is the length of AQ? Prove that AB equal to AC. If AP equal to 5 centimeters and angle A equal to 90 degree, then what is the radius of the small circle? ചിത്രത്തിൽ O രണ്ട് വൃത്തങ്ങളുടെയും കേന്ദ്രമാണ്. AB, AC എന്നിവ ചെറിയ വൃത്തത്തെ PQ എന്നീ ബിന്ദുക്കളിൽ തൊടുന്നു. ABC ഇവ വലിയ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. AP = 5 സെന്റിമീറ്റർ ആയാൽ AQവിന്റെ നീളം എന്ത്? AB = AC എന്ന് തെളിയിക്കുക. AP = 5 സെന്റിമീറ്റർ, കോൺ A = 90 ഡിഗ്രി ആയാൽ ചെറിയ വൃത്തത്തിന്റെ ആരം എത്രയാണ്? ആദ്യത്തെ ചോദ്യം എന്താണ്? If AP equal to 5 centimeter, AP 5 സെന്റിമീറ്റർ ആണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AQ? AQ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഈ ചെറിയ സർക്കിൾ അഥവാ ഈ സ്മോൾ സർക്കിൾ നോക്കിക്കഴിഞ്ഞാൽ A എന്ന പോയിന്റിൽ നിന്നും ഈ ചെറിയ സർക്കിളിലേക്ക് വരുന്ന ടാൻജൻസ് അഥവാ തൊടുവരകളാണ് APയും AQവും. നമുക്കറിയാം, ഒരു സർക്കിളിലേക്ക് ഔട്ട്സൈഡിലെ ഒരു പോയിന്റിൽ നിന്ന് വരുന്ന രണ്ട് ടാൻജൻസ് അഥവാ തൊടുവരകളുടെയും നീളം തുല്യമായിരിക്കും. അപ്പോൾ AP 5 ആണെങ്കിൽ AQം എത്രയായിരിക്കും? 5 സെന്റിമീറ്റർ തന്നെയായിരിക്കും. AP = AQ = 5 centimeters. കാരണം എന്താണ്? APയും AQവും A എന്ന പോയിന്റിൽ നിന്നും ചെറിയ സർക്കിളിലേക്ക് വരുന്ന രണ്ട് ടാൻജൻസ് ആണ്. അതുകൊണ്ടാണ് അവ രണ്ടും തുല്യമായത്. ഇനി രണ്ടാമത്തെ ചോദ്യം, പ്രൂവ് ദാറ്റ് AB = AC. ABയും ACയും തുല്യമാണെന്ന് പ്രൂവ് ചെയ്യാൻ. അപ്പോൾ നമുക്കറിയാം, ഈ വലിയ സർക്കിളിന്റെ രണ്ട് കോഡ്സ് അഥവാ ഞാണുകളാണ് ABയും ACയും. അപ്പൊ നമുക്ക് ആദ്യത്തെ പോയിന്റ് അതാണ്, AB ആൻഡ് AC.
ആർ ദ കോഡ്സ് ഓഫ് ദ ലാർജ് സർക്കിൾ. വലിയ സർക്കിളിന്റെ ഞാണുകളാണ് എ ബിയും എ സിയും. ഇനി ഓയിൽ നിന്ന് പിയിലേക്കും ഓയിൽ നിന്ന് ക്യൂവിലേക്കും നമുക്ക് രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാം. ഈ ഒ പിയും ഒ ക്യൂവും ഈ ചെറിയ സർക്കിളിന്റെ ആരം അഥവാ റേഡിയസ് ആണ്. അതുപോലെ എ ബിയും എ സിയും ഈ ചെറിയ സർക്കിളിന്റെ ടാൻജൻസ് അഥവാ തൊടുവരകളാണ്. നമുക്കറിയാം ടാൻജൻസും റേഡിയസും തമ്മിലുള്ള ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതായത് എ ബി എന്ന കോഡ് അഥവാ ഞാണിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഒ പി എന്ന ലൈൻ വരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഒ പി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി. ഒ പി എന്നത് എ ബി എന്ന കോഡിന് പെർപെൻഡിക്കുലർ അഥവാ ലംബമായിട്ടാണ്. സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ഒരു കോഡിന് വൃത്തകേന്ദ്രത്തിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ട് അഥവാ ഒരു ലംബമായിട്ട് ഒരു ലൈൻ വരികയാണെങ്കിൽ ആ കോഡിനെ അവ തുല്യമായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. അതായത് എ ബിയെ പി എന്ന പോയിന്റിൽ തുല്യമായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എങ്ങനെ എഴുതാം? എ ബി ഈസ് ഈക്വലി ഡിവൈഡഡ് അറ്റ് പി. പി എന്ന പോയിന്റിൽ തുല്യമായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് എ പിയും പി ബിയും തുല്യമാണ്. എ പി 5 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പി ബിയും എത്രയാണ്? 5 സെന്റിമീറ്റർ ആണെന്നാണ് അർത്ഥം. അങ്ങനെ വരുമ്പോൾ എ ബിയുടെ നീളം എത്ര വരും? എ ബി ഈക്വൽ ടു എ പിയും പി ബിയും കൂട്ടിയാൽ 5 + 5 എത്ര വരും? 10 സെന്റിമീറ്റർ. ഇനി ഇതുപോലെ തന്നെ ഒ ക്യു. ഒ ക്യു എന്നതും എന്താണ്? എ സി എന്ന കോഡിന് പെർപെൻഡിക്കുലർ ആണ്. അതായത് എ സി എന്ന ലൈനിനെ ഈക്വലി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അറ്റ് ക്യൂ എന്ന പോയിന്റിൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എ ക്യൂ ഈക്വൽ ടു ക്യൂ സി. എ ക്യൂ 5 സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ക്യൂ സിയും എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എ സിയുടെ നീളം എത്രയായിരിക്കും? therefore എ സി ഈക്വൽ ടു 5 + 5 ഈക്വൽ ടു 10 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ എ ബിയും 10 സെന്റിമീറ്റർ ആണ്, എ സിയും 10 സെന്റിമീറ്റർ ആണ്. therefore നമുക്ക് എന്ത് പറയാം? എ ബി ഈക്വൽ ടു എ സി ഈക്വൽ ടു 10 സെന്റിമീറ്റർ. ഹെൻസ് പ്രൂവ്ഡ്. ഇനി മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? എ പി 5 സെന്റിമീറ്റർ ആണ്. ആംഗിൾ എ എന്നത് 90 ഡിഗ്രി ആണ്. then what is the radius of small circle? ഈ സ്മോൾ സർക്കിളിന്റെ റേഡിയസ് ആണ് ഒ പിയും ഒ ക്യൂവും. നമ്മൾ ഓയിൽ നിന്ന് പിയിലേക്കും ഓയിൽ നിന്ന് ക്യൂയിലേക്കും രണ്ട് ലൈൻസ് വരയ്ക്കുന്നു. നമുക്കറിയാം എ പി 5 സെന്റിമീറ്റർ ആണ്, എ ക്യു 5 സെന്റിമീറ്റർ ആണ്. ഒ പിയും എ പിയും തമ്മിലുള്ള ആംഗിളും എത്രയാണ്? 90 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ എ ക്യൂവും ഒ ക്യൂവും തമ്മിലുള്ള ആംഗിളും എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് ഈ എ പി ഒ ക്യു എന്നതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്. ഇതിന്റെ 3 ആംഗിൾസ് 90 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര തന്നെയാണ്? 90 ഡിഗ്രിയാണ്. കാരണം ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 ആംഗിൾസും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് 360 ഡിഗ്രിയാണ്. അതിൽ നിന്ന് ആംഗിൾ എന്റെ 90 ഡിഗ്രി കുറയ്ക്കുന്നു. അതിനുശേഷം ആംഗിൾ പിന്റെ 90 ഡിഗ്രി കുറയ്ക്കുന്നു. ആംഗിൾ ക്യൂവിന്റെ 90 ഡിഗ്രിയും കുറച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഒയും 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ 4 ആംഗിൾസും 90 ഡിഗ്രിയാണ്. 4 ആംഗിൾസും 90 ഡിഗ്രിയായ ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ വിളിക്കുന്ന പേരുകൾ ഒന്നുമില്ലെങ്കിൽ അതൊരു റെക്റ്റാങ്കിൾ അഥവാ ചതുരമായിരിക്കും, അല്ലെങ്കിൽ അതൊരു സ്ക്വയർ അഥവാ സമചതുരമായിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ പി ഒ ക്യു എന്ന ക്വാഡ്രിലാറ്ററൽ റെക്റ്റാങ്കിൾ ആണോ സ്ക്വയർ ആണോ അഥവാ ചതുരമാണോ സമചതുരമാണോ എന്നാണ്. അതിനായിട്ട് ഇവിടെ 5 സെന്റിമീറ്റർ ആണ്. എന്താണ് ചതുരത്തിന്റെയും സമചതുരത്തിന്റെയും വ്യത്യാസം? ചതുരം എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സുകൾ ഈക്വൽ ആയിരിക്കും. സമചതുരം എന്ന് പറയുന്നത് അതിന്റെ 4 സൈഡ്സും തുല്യമായിരിക്കും. ഇവിടെ എ പിയും എ ക്യൂവുമാണ് 5 സെന്റിമീറ്റർ. എ പിയും എ ക്യൂവും ഒരിക്കലും ഓപ്പോസിറ്റ് സൈഡ്സ് അല്ല. എ പിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഒ ക്യൂവും എ ക്യൂവിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഒ പിയുമാണ്. അപ്പോൾ എ പിയുടെ അഡ്ജസന്റ് സൈഡ് അഥവാ തൊട്ടടുത്തുള്ള സൈഡാണ് 5 സെന്റിമീറ്റർ. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പി ഒയും പി ഒ ക്യൂവും എന്ത് തന്നെയാണ്? 5 സെന്റിമീറ്റർ തന്നെയാണ്. അതായത് എ പി ഒ ക്യു എന്നതൊരു സ്ക്വയർ ആണ്. അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് എഴുതുക? ഇവിടെ തന്നിട്ടുണ്ട് ഗിവൺ ദാറ്റ് ആംഗിൾ എ ഈക്വൽ ടു 90 ഡിഗ്രി.
ഓക്കെ, ഇതിനെ മുൻപത്തെ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു എ പി ഈസ് എ ടാൻജന്റ്, എ പി ഒരു തൊടുവരയും, ആൻഡ് ഒ പി ഈസ് എ റേഡിയസ്. therefore നമുക്ക് എന്ത് പറയാം, ആംഗിൾ പി ഈക്വൽ ടു 90 ഡിഗ്രി. സിമിലർലി ഇതുപോലെ തന്നെ ആംഗിൾ ക്യൂവും എന്ത് തന്നെയാണ്, 90 ഡിഗ്രി ആണ്. therefore ആംഗിൾ ഒ ഈസ് 90 ഡിഗ്രി. അങ്ങനെ 4 ആംഗിൾസും 90 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി അവിടെയുള്ള കൺഫ്യൂഷൻ എ പി ഒ ക്യു എന്നത് റെക്ടാംഗിൾ ആണോ അതോ സ്ക്വയർ ആണോ എന്നാണ്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഗിവൺ ദാറ്റ് എ പി ഈക്വൽ ടു 5 സെന്റിമീറ്റർ, എ ക്യു ഈക്വൽ ടു 5 സെന്റിമീറ്റർ. അതായത് അഡ്ജസന്റ് സൈഡ്സുകളാണ് ഈക്വൽ ആയിട്ടുള്ളത്. therefore നമുക്ക് എന്ത് പറയാം, എ പി ഒ ക്യു ഈസ് എ സ്ക്വയർ. എ പി ഒ ക്യു എന്നത് ഒരു സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ്, അതിന്റെ 4 സൈഡുകളും തുല്യമായിരിക്കും. അപ്പോൾ എ പിയും എ ക്യൂവും 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഒ പിയും ഒ ക്യൂവും എത്ര തന്നെയാണ്, 5 സെന്റിമീറ്റർ വീതമാണ്. therefore the radius of the small circle, ചെറിയ സർക്കിളിന്റെ അഥവാ ചെറിയ വൃത്തത്തിന്റെ ആരം എന്നത് 5 സെന്റിമീറ്റർ ആണ്. മൂന്നാമത്തെ ചോദ്യം, ഇൻ ട്രയാങ്കിൾ എ ബി സി, AB equal to 5 centimeters, angle A equal to 65 degree, angle B equal to 55 degree. Draw the triangle ABC and draw the incircle. Measure the radius of the incircle. ABC എന്ന ത്രികോണത്തിൽ AB equal to 5 സെന്റിമീറ്റർ, കോൺ A 65 ഡിഗ്രി, കോൺ B 55 ഡിഗ്രി. ത്രികോണം വരച്ച് അന്തർവൃത്തം വരയ്ക്കുക. അന്തർവൃത്ത ആരം അളന്നെഴുതുക. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. നമുക്കൊരു റഫ് ഫിഗർ വരയ്ക്കാം. ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. എ ബി സി. എ ബി 5 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ആംഗിൾ എ എന്നത് 65 ഡിഗ്രിയാണ്. ആംഗിൾ ബി എന്നത് 55 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി എത്രയായിരിക്കും, 3 ആംഗിൾസും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. 180ൽ നിന്ന് 65 ഡിഗ്രിയും 55 ഡിഗ്രിയും പോയി കഴിഞ്ഞാൽ 60 ഡിഗ്രി. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആണ് അഥവാ ത്രികോണമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് ഒരു 5 സെന്റിമീറ്റർ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഈ പോയിന്റ് നമുക്ക് എ എന്നിടാം, ഈ പോയിന്റ് നമുക്ക് ബി. ഇത് എത്രയാണ് നീളം, 5 സെന്റിമീറ്റർ. ഇനി എ എന്ന പോയിന്റിൽ പ്രൊട്രാക്ടർ വെച്ച് 65 ഡിഗ്രി അടയാളപ്പെടുത്താം. അതിനുശേഷം എ എന്ന പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇനി ബി എന്ന പോയിന്റിൽ പ്രൊട്രാക്ടർ വെച്ച് 55 ഡിഗ്രി അളന്നതിന് ശേഷം അവിടേക്ക് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഈ ആംഗിൾ 65 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 55 ഡിഗ്രിയാണ്. ഇനി നമുക്ക് എ ബി സി എന്ന ഈ ട്രയാങ്കിളിന്റെ ഉള്ളിലായിട്ട് ഇൻസർക്കിൾ അഥവാ അന്തർവൃത്തം വരയ്ക്കണം. ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് സെന്റർ പോയിന്റ് ആണ്. അപ്പൊ എ ബി സി എന്ന ഈ ട്രയാങ്കിളിന്റെ സെന്റർ പോയിന്റ് കണ്ടുപിടിക്കണം. അതിനുശേഷം ആ സെന്റർ പോയിന്റിൽ നിന്നും എ ബി എന്ന ഈ സ്ട്രെയിറ്റ് ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അഥവാ ലംബ ദൂരം കണ്ടുപിടിച്ച് അത് റേഡിയസ് ആക്കിയിട്ടാണ് നമ്മൾ ഇൻസർക്കിൾ അഥവാ അന്തർവൃത്തം വരയ്ക്കുക. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, നമുക്ക് എ ബി സി എന്ന ഈ ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ സെന്റർ കണ്ടുപിടിക്കണം. അതിനായിട്ട് കോമ്പസ് എടുത്തതിന് ശേഷം എ എന്ന പോയിന്റിൽ വെച്ച് ജസ്റ്റ് ഒരു നിശ്ചിത അളവിൽ ഒരു ആർക്ക് വരയ്ക്കുക. ഇനി ഈ ആർക്കുകൾ ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ നിന്നും ഈ പോയിന്റിൽ നിന്നും ഒരാർക്ക്, അതുപോലെ തന്നെ ഈ പോയിന്റിൽ നിന്നും ഒരാർക്ക് വരയ്ക്കുന്നു. ഇനി ഇതേപോലെ തന്നെ ബി എന്ന പോയിന്റിലും നമ്മുടെ കോമ്പസ് വെച്ചതിന് ശേഷം ഒരു ആർക്ക് വരയ്ക്കുന്നു. ഇനി ആ ആർക്ക് നമ്മുടെ ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിൽ തട്ടുന്ന ഭാഗത്ത് നിന്നും വീണ്ടും 2 ആർക്കുകൾ വരയ്ക്കുന്നു. ഇനി എ എന്ന പോയിന്റും ഈ ആർക്കും കണക്ട് ചെയ്തുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതിലൂടെയും, ബി എന്ന പോയിന്റും ഈ ആർക്കും കണക്ട് ചെയ്തുകൊണ്ട് ഇതിലൂടെയും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. ആ സ്ട്രെയിറ്റ് ലൈൻസ് തമ്മിൽ ടച്ച് ചെയ്യുന്ന ഭാഗമാണ് ട്രയാങ്കിൾ എ ബി സിയുടെ സെന്റർ എന്ന് പറയുന്നത്. എ ബി സി എന്ന ഈ ത്രികോണത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഈ സെന്ററിൽ നിന്നും എ ബി എന്ന ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അഥവാ ലംബ ദൂരം എത്രയാണെന്ന് അളന്നതിന് ശേഷം അത് റേഡിയസ് ആക്കി ഈ പോയിന്റിൽ നിന്നും നമുക്കൊരു സർക്കിൾ വരയ്ക്കണം.
ആ സർക്കിൾ AC, BC, AB എന്ന 3 ലൈനുകളെയും ടച്ച് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ട്രയാങ്കിൾ ABC അഥവാ ABC എന്ന ത്രികോണത്തിന്റെ ഇൻസർക്കിൾ അഥവാ അന്തർവൃത്തം. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? മെഷർ ദ റേഡിയസ് ഓഫ് ദ ഇൻസർക്കിൾ. അന്തർവൃത്ത ആരം അളന്നെഴുതുക. ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരം കണ്ടുപിടിക്കണം. അതിനായിട്ട് ഈ സെന്ററിൽ നിന്നും AB എന്ന ഈ സ്ട്രെയിറ്റ് ലൈനിലേക്കുള്ള ലംബ ദൂരം അഥവാ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അളന്നു നോക്കിയാൽ മതി. സ്കെയിൽ ഉപയോഗിച്ച് അളന്നു കഴിഞ്ഞാൽ 1.5 സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടുക. അതായത് റേഡിയസ് ഓഫ് ദ ഇൻസർക്കിൾ അന്തർവൃത്ത ആരം 1.5 സെന്റിമീറ്റർ. നാലാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ O is the center of the large circle. Center of the small circle is C. OP is a tangent to the small circle. Angle BOQ equal to 50 degree. ചിത്രത്തിൽ O വലിയ വൃത്തത്തിന്റെ കേന്ദ്രമാണ്, ചെറിയ വൃത്തത്തിന്റെ കേന്ദ്രമാണ് C. ചെറിയ വൃത്തത്തിന്റെ ഒരു തൊടുവരയാണ് OP. കൂടാതെ കോൺ BOQ equal to 50 ഡിഗ്രി. ആദ്യമായിട്ട് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ OAQ ആണ്. അതായത് ഏത് ആംഗിൾ ആണ്? OAQ. അതായത് ഈ ആംഗിൾ ആണ് നമുക്ക് ആദ്യമായിട്ട് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ബിയിൽ നിന്ന് ക്യൂവിലേക്ക് ഒരു കോഡ് അഥവാ ഒരു ഞാൻ വരയ്ക്കും. ഇപ്പോ BQ എന്നത് ഈ വലിയ സർക്കിൾ അഥവാ വലിയ വൃത്തത്തിന്റെ ഒരു കോഡാണ്. ഈ BQ എന്ന കോഡിൽ നിന്നും വലിയ സർക്കിളിന്റെ വൃത്ത കേന്ദ്രത്തിലേക്ക് വന്നിട്ടുള്ള ആംഗിൾ ആണ് ആംഗിൾ BOQ. അത് എത്രയാണ്? 50 ഡിഗ്രി. ഇനി BQ എന്ന ഈ സെയിം കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വന്നിട്ടുള്ള ആംഗിൾ ആണ് ആംഗിൾ BAQ എന്ന് പറയുന്നത്. സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു കോഡിൽ നിന്നും വൃത്ത കേന്ദ്രത്തിലേക്ക് വരുന്ന ആംഗിൾ X ഡിഗ്രി ആണെങ്കിൽ അതേ കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ X/2 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ BOQ എന്നത് എത്രയാണ്? 50 ഡിഗ്രിയാണ്. ഇത് എന്താണ്? സെൻട്രൽ ആംഗിൾ ആണ് അഥവാ കേന്ദ്ര കോണാണ്. അങ്ങനെ വരുമ്പോൾ അതേ കോഡിൽ നിന്നും ഏതാണ് കോഡ് BQ. ഇനി അതേ കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ BAQ എന്നത്. അതെത്രയായിരിക്കും? കേന്ദ്ര കോണിന്റെ പകുതിയായിരിക്കും. അപ്പൊ 50 ഡിഗ്രിയുടെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 25 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ആംഗിൾ എത്രയാണ്? 25 ഡിഗ്രിയാണ്. അതായത് ആംഗിൾ OAQ എത്രയാണ്? 25 ഡിഗ്രി. ഇനി രണ്ടാമത്തത് ആംഗിൾ OCP. ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ വീണ്ടും ഈ പിയിൽ നിന്നും ഈ സർക്കിളിന്റെ ഈ ലൈൻ ടച്ച് ചെയ്യുന്ന ഭാഗത്തേക്ക് ഒരു കോഡ് വരയ്ക്കും. ഓക്കെ, ഇതിന് നമുക്ക് R എന്ന് പേരിടാം. അപ്പൊ നമ്മൾ അടുത്തതായി നോക്കുന്നത് കോഡ് PR ആണ്. PR എന്ന കോഡാണ്. ഓക്കെ, PR എന്ന കോഡിൽ നിന്നും ഈ സ്മോൾ സർക്കിൾ അഥവാ ഈ ചെറിയ വൃത്തമാണ് നോക്കേണ്ടത്. ചെറിയ വൃത്തത്തിലെ ഒരു കോഡ് അഥവാ ഞാനാണ് PR. ഈ PRൽ നിന്നും വൃത്ത കേന്ദ്രത്തിലേക്ക് വരുന്ന ആംഗിൾ ആണ് ഈ ആംഗിൾ. ഇതേ കോഡ് PR എന്ന ഈ സെയിം കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ ആണ് ഇത്. അത് നമ്മൾ 25 ഡിഗ്രി ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു ഞാണിൽ നിന്നും വൃത്ത കേന്ദ്രത്തിലേക്ക് വരുന്ന ആംഗിൾ X ഡിഗ്രി ആണെങ്കിൽ അതേ ഞാണിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ X/2 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ആംഗിൾ RAP എന്നത് എത്രയാണ്? 25 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ RCP അതായത് ഇതെന്താണ്? വൃത്തത്തിലേക്ക് വന്ന ആംഗിൾ ആണ്. അപ്പൊ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? അതിന്റെ ഇരട്ടിയായിരിക്കും. 25 × 2 50 ഡിഗ്രി. അപ്പോൾ ചെറിയ സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോൺ എത്രയാണ്? 50 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ 50 ഡിഗ്രി എന്ന് എഴുതാം. ഇവിടെ എന്താണ്? OCP നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 50 ഡിഗ്രി. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തത് ആംഗിൾ APO. ഏതാണ് ആംഗിൾ APO? APO അതായത് ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഈ PO എന്നത് ഈ ചെറിയ സർക്കിളിന്റെ ടാൻജന്റ് അഥവാ തൊടുവരയാണ്.
ഇനി ഈ പി സി എന്നത് ഈ ചെറിയ സർക്കിൾ അഥവാ ചെറിയ വൃത്തത്തിന്റെ ആരം അഥവാ റേഡിയസ് ആണ്. ഈ ആരവും അതുപോലെ തൊടുവരയും തമ്മിലുള്ള ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോ ഒ പി സി, അതായത് ഈ ആംഗിൾ, ഇതുവരെയുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ എ പി ഒ ആണ്. ആംഗിൾ എ പി ഒ എന്ന് പറയുന്നത് ആംഗിൾ ഒ പി സി പ്ലസ് ആംഗിൾ സി പി എ ആണ്. അതായത് ഈ ഒ പി സി എന്ന ഈ ആംഗിളും അതുപോലെ തന്നെ സി പി എ എന്ന ഈ ചെറിയ ആംഗിളും കൂട്ടിയതാണ് നമ്മുടെ എ പി ഒ എന്ന ആംഗിൾ. ഓക്കെ, അതിൽ ഈ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. ഒ പി സി എന്ന് പറയുന്നത്, ഈ പി ഒ എന്നത് ടാൻജന്റും പി സി എന്നത് റേഡിയസ് അഥവാ ആരവുമാണ്. അവ തമ്മിലുള്ള ആംഗിൾ എന്നത് 90 ഡിഗ്രിയാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ സി പി എ എന്ന ഈ ആംഗിൾ ആണ്. നമ്മൾ ആ ട്രയാംഗിൾ മാത്രമായിട്ടൊന്ന് മാറ്റി വരയ്ക്കാം. ഇത് എ, ഇത് സി, ഇത് പി. ഇത് 25 ഡിഗ്രി ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി ഇതില് നമുക്ക് ഇവിടെ എത്ര തന്നിട്ടുണ്ട്? 50 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പൊ 180 ഡിഗ്രിയിൽ നിന്ന് 50 ഡിഗ്രി പോയി കഴിഞ്ഞാൽ എത്ര വരും? 130 ഡിഗ്രി. അപ്പൊ ഈ ആംഗിളും കിട്ടിക്കഴിഞ്ഞാൽ ഒരു ട്രയാംഗിൾ അഥവാ ഒരു ത്രികോണത്തിന്റെ രണ്ട് കോണുകൾ കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ കോൺ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? 180 ഡിഗ്രിയാണ് ഒരു ട്രയാംഗിൾ അഥവാ ത്രികോണത്തിന്റെ 3 കോണുകളും കൂട്ടിയാൽ നമുക്ക് കിട്ടുക. അപ്പോ 180 ഡിഗ്രിയിൽ നിന്നും 25 ഡിഗ്രിയും 130 ഡിഗ്രിയും കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് 25 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ഈ കോൺ പി എന്നത് എത്രയാ? 25 ഡിഗ്രി. അതായത് സി പി എ എന്ന ഈ കോൺ എത്രയാ? 25 ഡിഗ്രി ആണെന്ന് കിട്ടി. ഈ കോൺ എത്ര നമുക്ക് കിട്ടിയത്? 130 ഡിഗ്രി. അപ്പൊ ഈ കോൺ എത്ര? 25 ഡിഗ്രി. അതായത് ആംഗിൾ സി പി എ എന്നത് 25 ഡിഗ്രിയാണ്. അപ്പോൾ 90 പ്ലസ് 25 ഡിഗ്രി എത്ര വരും? 115 ഡിഗ്രി. ഇനി നാലാമത്തെ ചോദ്യം, ആംഗിൾ പി ഒ ക്യു, അതായത് ഈ ആംഗിൾ. ഓക്കെ, ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആംഗിൾ പി ഒ ക്യു കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ മുഴുവൻ ആംഗിൾ, അതായത് ഇങ്ങനെ ഒരു ആർക്ക് വരുമ്പോൾ ഇത് എത്രയാ? 180 ഡിഗ്രിയാണ്. അതിൽ ഈ ആംഗിൾ 50 ആണെന്ന് അറിയാം. ഈ ആംഗിൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രിയിൽ നിന്നും 50 ഡിഗ്രിയും ഈ ആംഗിളും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ പി ഒ ക്യു നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ അങ്ങനെയാണ് ആംഗിൾ പി ഒ ക്യു കണ്ടുപിടിക്കുന്നത്. ഈക്വൽ ടു 180 ഡിഗ്രിയിൽ നിന്നും നമ്മൾ ആംഗിൾ ബി ഒ ക്യുവും കുറയ്ക്കുന്നു, അതുപോലെ തന്നെ ആംഗിൾ പി ഒ സിയും കുറയ്ക്കുന്നു. ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് ആംഗിൾ ബി ഒ ക്യു 50 ഡിഗ്രി ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആംഗിൾ പി ഒ സി കണ്ടുപിടിക്കണം. ഈ ട്രയാംഗിൾ പി സി ഒ നോക്കുക. ഇതിൽ ഈ ആംഗിൾ 50 ഡിഗ്രി ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ്? ആംഗിൾ പി ഒ സി എന്ന് പറയുന്നത് 180 ഡിഗ്രിയിൽ നിന്നും 50 ഡിഗ്രിയും അതുപോലെ 90 ഡിഗ്രിയും കുറച്ചാൽ മതി. ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി മൈനസ് 180 മൈനസ് 50 മൈനസ് 90 എത്രയാണ്? 40. അപ്പോൾ 180ൽ നിന്ന് 50 ഡിഗ്രിയും 40 ഡിഗ്രിയും കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് 90 ഡിഗ്രി കിട്ടും. അതായത് ഈ ആംഗിൾ എത്രയാ? 90 ഡിഗ്രിയാണ്. ആംഗിൾ പി ഒ ക്യു എന്നത് 90 ഡിഗ്രിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിലെ 2021 SSLC എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. താങ്ക്